അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്ദല്ലാഹി മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പറയലും കേൾക്കലും ചർച്ചകളുമെല്ലാം നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു സൽക്കർമ്മമായി റബ്ബ് തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പടച്ചുവിട്ടത് അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിനാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ വിഭാഗത്തെയും ജിന്ന് വർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയല്ലാതെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പോ നിരന്തരം അള്ളാഹുവിനെ വാഴ്ത്തുന്നതിനും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനും വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട നമ്മുടെ അവയവങ്ങൾ, അള്ളാഹുവിന്റെ ഔദാര്യമായി നമുക്ക് നൽകിയ അവൻ നൽകിയ അവയവങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താതെ തിന്മകളുടെ ട്രാക്കിൽ സഞ്ചരിച്ചുകൊണ്ട് അരുതായ്മകൾക്ക് വേണ്ടി ആ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉഖ്റവിയായ വിജയം കരസ്ഥമാക്കുന്നതിന് പകരം പരാജിതരിലാണ് നാം പെട്ടുപോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആഖിറത്തിൽ വലിയ ശിക്ഷ ലഭിക്കുന്നതും വ്യഭിചാരത്തെക്കാൾ കൊടും പാതകമായിട്ട് ഹദീസിലൊക്കെ പരാമർശിക്കപ്പെട്ട വ്യഭിചാരത്തെക്കാൾ വലിയ പാപമായിട്ട്, വലിയ ശിക്ഷ ലഭിക്കുന്ന പാപമായിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തിയ ഒരു പാപം നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ നിസ്സാരപൂർവ്വം നമ്മൾ കാണുന്ന ഒരു പാപമാണ്. അതിന് വലിയ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു കളവ് പറയുക എന്നുള്ള ഒരു സ്വഭാവം. കളവ് പറയുക എന്നുള്ള ഒരു സ്വഭാവം ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആൾക്ക് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന അദാബ് എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പേടി വരുന്ന രീതിയിലുള്ള ശിക്ഷാമുറകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിന് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാന ഭാഗം ഞാൻ ആ ശിക്ഷ വിവരിക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ മുസ്ലിമീങ്ങളിൽ തന്നെ ആളുകൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ സാധാരണയായി മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ നേരം പോകുന്നതിനു വേണ്ടി ഒരു ടൈം പാസിന് വേണ്ടിയൊക്കെ ആളുകൾ ഇല്ലാ കഥകൾ മെനയാറുണ്ട്. പല വാർത്തകളും പ്രചരിപ്പിക്കാറുണ്ട്. 100% അതിനെക്കുറിച്ച് അറിവില്ലാതിരുന്നിട്ട് കൂടി എന്തിനാണ് ജനങ്ങൾക്കിടയിൽ ഈ വാർത്ത പരത്തുന്നത്? ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി. പക്ഷേ ഇവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ആ രീതിയിൽ സംസാരത്തെ കൊണ്ടുപോയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ, ആളുകൾക്ക് മുമ്പിൽ ഹാജരാകുന്ന ഒരു ദിവസം മഹ്ശറാവൻ സഭ വരാനുണ്ട്. ആ ദിവസത്തിൽ നമ്മൾ പരിഹാസ്യരായി പോകും. ആ ശിക്ഷയ്ക്ക് വിധേയരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, തീർച്ചയായും അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, കളവ് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് മുനാഫിഖീങ്ങളാണ്, കപടവിശ്വാസികളാണ്. കപടവിശ്വാസികളുടെ സ്വഭാവമാണ് കളവ് പറയുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയ ഒരു നഗ്ന സത്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്, ഞാൻ മിഅ്റാജ് യാത്ര നടത്തിയപ്പോൾ അള്ളാഹുവിന്റെ പല അനുഗ്രഹങ്ങളും, അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബുറാഖ് വാഹനത്തിലേറി ഞാൻ നടത്തിയ യാത്രയാണല്ലോ മിഅ്റാജ് യാത്ര. ആ മിഅ്റാജ് യാത്ര നടത്തിയപ്പോൾ അള്ളാഹുവിനെ കണ്ട്, അവന്റെ അനുഗ്രഹങ്ങൾ പലതും കണ്ട്, സ്വർഗ നരകങ്ങൾ കണ്ട്, അതിലെ ആ സുഖാസ്വാദനങ്ങളൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ കാണുകയും അതൊക്കെ വിലയിരുത്തുകയും ചെയ്ത കൂട്ടത്തിൽ നരകത്തിൽ ഒരുപാട് ശിക്ഷകൾ കാണുകയുണ്ടായി. പല രീതിയിൽ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്ന ശിക്ഷാമുറകളൊക്കെ കണ്ടപ്പോൾ അതിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ മനുഷ്യൻ വളരെ ആരോഗ്യവാനാണ്.
വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മനുഷ്യന്റെ വലതുഭാഗത്തൊരു മലക്കിരിപ്പുണ്ട്, ഇടതുഭാഗത്ത് മറ്റൊരു മലക്കിരിപ്പുണ്ട്. എന്താണ് ഈ മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലതുഭാഗത്തുള്ള മലക്ക് ചെയ്യുന്നത് തന്റെ കയ്യിലുള്ള മൂർച്ചയേറിയ കത്തി കൊണ്ട് ആ മനുഷ്യന്റെ കവിൾഭാഗം, വലത് കവിൾഭാഗം ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി കഷ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാംസം അടർത്തി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അങ്ങനെ വലതുഭാഗത്തിരിക്കുന്ന ആ മലക്ക് വലത്തെ കവിള് എരിഞ്ഞെരിഞ്ഞുകൊണ്ട് അവസാനം ആ ഭാഗത്തെ എല്ല് പുറത്തേക്ക് വന്നപ്പോ, എല്ല് കാണുന്ന രീതിയിൽ മാംസമൊക്കെ മുറിച്ചെടുത്ത് മാറ്റിയപ്പോ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് ഇടത് കവിൾ മുറിക്കാൻ ആരംഭിക്കുകയാണ്. അതിങ്ങനെ കഷ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തുള്ള മലക്ക് ഇടത്തെ കവിൾ മാംസം മുറിക്കാൻ ആരംഭിക്കുമ്പോ വലതുഭാഗത്ത് എല്ല് കണ്ട ആ ഒരു ഭാഗത്ത് മാംസപേശികൾ വന്നു നിറഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തെ മലക്കത് പൂർത്തിയാക്കുമ്പോൾ വലതുഭാഗത്തെ മലക്ക് വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വേദനാജനകമായ ഒരു ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ മനുഷ്യൻ വളരെ കഠോരമായ വേദന, അസഹനീയമായ വേദന സഹിക്കുകയാണ്, നിലവിളിക്കുകയാണ്, ആർത്തട്ടഹസിക്കുകയാണ്. ഇവരിങ്ങനെ മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഈ മനുഷ്യൻ ചെയ്ത പാപം? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കളവ് പറയുക എന്നുള്ള ഒരു സ്വഭാവം വെച്ച് പുലർത്തിയ ആൾക്കാണ് ഇത്തരത്തിലുള്ള വലിയ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. എന്റെ വാക്കുകൾ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. മക്കള് പുറത്തുനിന്ന് മക്കള് കളിക്കുമ്പോ അവരെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സൂത്രം ഉമ്മമാര് പയറ്റാറുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഉമ്മ വീടിന്റെ അകത്ത് നിന്ന് പുറത്തുള്ള മക്കളെ നോക്കി വിളിച്ചു പറയും, മോനെ ഇവിടെ ഒരു സാധനം ഉണ്ട്, നീ ഇങ്ങോട്ട് വാ, നിനക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് കുട്ടി വളരെ ആകാംക്ഷയോടുകൂടി എന്തായിരിക്കും അത് എന്ന് വിചാരിച്ച് വേറെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുട്ടിയെ ആഗ്രഹിപ്പിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് എത്തിക്കുന്നത്. കളിയിൽ രസം പിടിച്ച കുട്ടിയെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞതാണ്, മോനെ ഇങ്ങ് വാ, നിനക്കൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോ കുട്ടി അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടിയെ ആഗ്രഹിപ്പിച്ചു, അവസാനം നിരാശനായി. മറ്റൊന്ന്, ഈ ഉമ്മയുടെ ലിസ്റ്റിൽ, തിന്മകളുടെ ലിസ്റ്റിൽ കളവ് എന്ന ഒരു പാപം അവിടെ എഴുതി ചേർക്കപ്പെടുന്നതാണ്. വളരെ തമാശക്ക് ചെയ്തതാണെങ്കിലും, ഗൗരവം ചിന്തിക്കാതെ ചെയ്തതാണെങ്കിലും വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് ഇത്. നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താൻ ഇതിലും വലിയ പാപം നമുക്ക് വേണമെന്നില്ല. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നിസ്സാരമല്ല. ഇനിയും ഒരുപാട് ഹദീസുകൾ ഇതിന്റെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ പറയപ്പെട്ട ഈ ഒരു ശിക്ഷ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആയുസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും മരണം വരെ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, ഇസ്സത്തിലായി, അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഓരോ സെക്കൻഡുകളും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ, അവസാനം തഖ്വയോടുകൂടി ആഖിബത്ത് നന്നാകുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.